ഗൈസ്, എന്തൊക്കെ സുഖമായിരിക്കുന്നു. പുതിയൊരു വീഡിയോ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സുകൾ ഉണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസൊക്കെ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടുത്തെ ഓഫീസ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. നെറ്റ് മൈഗ്രേഷനെ കുറിച്ചുള്ള റെക്കോർഡുകൾ ഭേദിച്ച് നെറ്റ് മൈഗ്രേഷൻ കടന്നിരിക്കുന്നു. 2023 ഏകദേശം ഓൾമോസ്റ്റ് 1 മില്യണോളം അടുത്ത് മൈഗ്രേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ചർച്ചകളും വിവാദങ്ങളും അതിനെ തുടർന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമുക്ക് വരാൻ പോകുന്ന ഇനി എന്താണ് സ്ട്രിക്റ്റർ റൂൾസ് വരാൻ പോകുന്നത് എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയാനായിട്ടുള്ളത്. സോ ഗൈസ്, ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എനിക്ക് കൊച്ചിരുന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാം, ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും ഞാൻ കുറച്ച് നാളുകൾ മുമ്പ് തന്നെ നിങ്ങൾക്ക് വാണിംഗ് പോലെ കുറച്ച് വീഡിയോസ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അധികം ആരും കണ്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാണിംഗ് വീഡിയോസ് ആയതുകൊണ്ട് തന്നെയാണ്. കാരണം അപ്പോഴും കമൻറ്റുകൾ വന്നിട്ട് നടക്കട്ടെ എന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞ പണ്ടത്തെ അതേ ഡയലോഗുകളുമായിട്ട് കുറേ ആൾക്കാർ പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു. സ്വാഭാവികം. തീർച്ചയായിട്ടും എല്ലാവർക്കും 24 മണിക്കൂറും പോസിറ്റീവ് മാത്രം വിഴുങ്ങാൻ താല്പര്യമുള്ള കുറേ ആളാണ്. പക്ഷേ എന്നാൽ ചുറ്റുമുള്ള സിറ്റുവേഷൻസ് മാറുന്നതും കാര്യങ്ങളും ഇതൊന്നും അറിയാതെ കണ്ണടച്ചിരിക്കുന്ന അല്ലെങ്കിൽ കണ്ണടച്ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. വേറെ ഒന്നുമല്ല, ഈ പല ബിസിനസ്സുകളും ഇവരെ പറ്റി അല്ലെങ്കിൽ ഈ മൈഗ്രേഷനിലൂടെ പല ബിസിനസ്സുകളും ചെയ്യുന്ന ആളുകളായിരിക്കും, അവർക്കായിരിക്കും ഈ ഒരു കൊള്ളുന്നത്. ഓക്കെ, സോ ഗൈസ്, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ചില കീടങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, UK ഈ അന്തരീക്ഷങ്ങൾ മാറുന്നത് പല പ്രാവശ്യം നിങ്ങൾക്ക് വർഷങ്ങൾ മുമ്പ് തന്നെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതേപടി തന്നെയാണ് നിയമങ്ങൾ മാറിയതും എന്നും പലർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇമിഗ്രേഷൻ അപ്ഡേറ്റുകൾ വളരെ 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 ഇൻട്രസ്റ്റോടുകൂടി ഇല്ലെങ്കിൽ ആശങ്കയോടുകൂടിയും എല്ലാം കാണുന്നത്. തീർച്ചയായിട്ടും ഞാൻ അതേപടി എന്താണ് ന്യൂസ് അതേപടി തന്നെയാണ് നിങ്ങൾ മുന്നിലോട്ട് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ധൈര്യമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം. തീർച്ചയായിട്ടും നമുക്കറിയാം, നെറ്റ് മൈഗ്രേഷൻ അത് കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ വലിയ ചർച്ചയിലാണ്. അത് വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ചർച്ചകൾ കേട്ടു. അതിലൂടെ തന്നെയാണ് കൺസർവേറ്റീവ് പാർട്ടി, നമ്മുടെ ഋഷി സുനകിന്റെ പാർട്ടി ആ ഒരു സമ്മർദ്ദത്തിന്റെ പുറത്താണ് പുതിയ നിയമമാറ്റങ്ങൾ കൊണ്ടുവന്നതും വലിയ രീതിയിൽ നമുക്കത് ബാധിച്ചതും. നമുക്കറിയാം UK സ്റ്റുഡന്റ് വിസ സ്വിച്ച് ചെയ്യുന്നതിനെ ഫസ്റ്റ് റെസ്ട്രിക്റ്റ് ചെയ്തു. 2 UK സ്റ്റുഡൻസിന്റെ ഡിപ്പെൻഡൻസും റെസ്ട്രിക്റ്റ് ചെയ്തു. 3 കെയറേഴ്സിന്റെ ഡിപ്പെൻഡൻസിനെ റെസ്ട്രിക്റ്റ് ചെയ്തു. 4 സാലറി ത്രഷോൾഡുകൾ ഉയർത്തിയതുകൂടെ തന്നെ UK പല ആളുകൾക്കും ജോലി കിട്ടുന്നതിൽ ഒരു തടസ്സം അനുഭവപ്പെടുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഫ്രഷേഴ്സിന് ഒരു 38,000 അല്ലെങ്കിൽ 30,000 ഒക്കെ സാലറി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കമ്പനി കൊണ്ടും അത് എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ കൊടുക്കാനായിട്ട് സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ പല രീതിയിൽ ഈ പറഞ്ഞ കഴിഞ്ഞ നെറ്റ് മൈഗ്രേഷൻ ഉള്ളിലൂടെ ഉണ്ടായ അതായത് നിയമമാറ്റങ്ങൾ നമ്മളെ പല രീതിയിൽ ബാധിച്ചു. അത് നിങ്ങൾ എഗ്രി ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും. സോ കഴിഞ്ഞ ദിവസം വീണ്ടും ഓഫീസ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഏകദേശം 2023 ജൂണിലുള്ള കണക്കിലനുസരിച്ച് ഏകദേശം 1 മില്യണോളം മൈഗ്രേഷൻ ഇവിടേക്ക് നടന്നിട്ടുണ്ട്. അത് പല മാർഗത്തിലൂടെ നടന്നിട്ടുണ്ട്. UK സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. ബ്രെക്സിറ്റ് നടന്നതിൽ പിന്നെ ഇങ്ങോട്ടുള്ള യൂറോപ്യൻസിന്റെ ഒഴുക്ക് വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. നോൺ EU നാഷണൽസ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതിൽ ഇന്ത്യ മുൻപന്തിയിൽ, നൈജീരിയ, പാകിസ്ഥാൻ, ചൈന തൊട്ട് പുറകിലോട്ടുണ്ട്. ഇന്ത്യയാണ് അതിനകത്ത് നമ്മൾ കോൾ അടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിച്ചത്. പിന്നെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ട സാഹചര്യമാണ്. നമുക്കറിയാം, ഒരുപാട് വാറുകൾ അതിനിടയിലുണ്ടായി. യുക്രൈൻ റഷ്യ വാറുണ്ടായി, അതുപോലെ തന്നെ അഫ്ഗാനിലുണ്ടായി, ഇറാഖിലും മറ്റു പല ഹോങ്കോങ്ങിലും പല ഭാഗത്ത് വാറുണ്ടായതിനെ തുടർന്ന് ഒരുപാട് റെഫ്യൂജീസിനെ ഇങ്ങോട്ട് എത്തിക്കാനായിട്ടും ഇവർക്ക് സാധിച്ചു, ഇവരെത്തിച്ചു. ഇതെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി മൈഗ്രേഷനെ വർദ്ധിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് കേട്ടോ. സോ അതൊക്കെ എഗ്രി ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവർ എപ്പോഴും ടാക്കിൾ ചെയ്യാൻ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലീഗൽ മൈഗ്രേഷൻ ആണ്, റോഗ് എംപ്ലോയേഴ്സിനെയാണ്. അതായത് ഒരു പ്രൊട്ടക്ഷൻ തരാതെ UK വിസ കച്ചവടം ചെയ്യുന്ന എംപ്ലോയീസിനെ ടാർഗറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള ബിസിനസ്സുകളെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ കഴിഞ്ഞ ദിവസത്തെ ഈ പറഞ്ഞ ക്രിസ് സ്റ്റാമറിന്റെ റിപ്പോർട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് പല ന്യൂസുകളിലും ഓഫീസ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആ ഒരു റെക്കോർഡ് ഭേദിച്ച ഒരു കഥ തന്നെയാണ്. അത് മാത്രമല്ല, UK നിന്ന് നമുക്കറിയാം, ഈ 2024 കണക്കുകൾ അനുസരിച്ചിട്ട് ഏകദേശം 7 ലക്ഷത്തോളമാണ് ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്നാൽ കമ്പയറിംഗ് ടു മറ്റ് ഇയേഴ്സിനെ അപേക്ഷിച്ചിട്ട് ഇത് വളരെ കൂടുതൽ തന്നെയാണ്. 7 ലക്ഷം നെറ്റ് മൈഗ്രേഷൻ വന്നിരിക്കുന്നത് വളരെ കൂടുതൽ തന്നെയാണ്. റിട്ടേൺ പോയിരിക്കുന്ന ആളുകൾ ഏകദേശം 2 lakhs അടുത്തെങ്ങാണ്ടാണ് ആളുകൾ ഇവിടുന്ന് റിട്ടേൺ പോയിരിക്കുന്നത്. ആളുകൾ ഇവിടുന്ന് റിട്ടേണും പോകുന്നുണ്ട്, ഇൻക്ലൂഡിങ് സ്റ്റുഡൻസ് ഇവിടുന്ന് റിട്ടേൺ പോകുന്നുണ്ട് എന്നുള്ളതിന്
അതൊരു മറ്റേ ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. സോ ഗൈസ്, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നെറ്റ് മൈഗ്രേഷൻ വീണ്ടും റെക്കോർഡാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പ്രഷർ അതായത് നമ്മുടെ ക്രിസ് സ്റ്റാമറിന്റെ മേലെ, ലേബർ മന്ത്രിസഭയുടെ മേലെ പ്രഷറാണ്. തീർച്ചയായിട്ടും ഇതിൽ ക്രിസ് സ്റ്റാമറിന്റെ മന്ത്രിസഭ നമ്മൾ ടോറി ഗവൺമെന്റിന് തന്നെയാണ് പഴിചാരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ് സ്റ്റാമർ വാണ്ട്സ് ടു സിഗ്നിഫിക്കന്റ്ലി കട്ട് UK net migration as he blasts Tory open borders experiments. അതായത് നമ്മുടെ ടോറി ഗവൺമെന്റ് വന്നപ്പോൾ സമയത്ത്, ബ്രെക്സിറ്റ് നടന്ന സമയത്ത് ഒരു ഓപ്പൺ ബോർഡർ എക്സ്പെരിമെന്റ് നടത്തി എന്നാണ് ക്രിസ് സ്റ്റാമർ വാദിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റുഡൻസിനെ ഇങ്ങോട്ട് ഒരുപാട് പേരെ ഇങ്ങനെ എത്തിച്ചു. അത് മാത്രമല്ല നമുക്കറിയാം കേരളേഴ്സിനെ എത്തിച്ചു, മറ്റു രാജ്യത്തുള്ള ആളുകൾ എത്തിച്ചു. അത് വലിയ രീതിയിലുള്ള നെറ്റ് മൈഗ്രേഷനെ കൂടി അത് കൺട്രോൾ ചെയ്യാൻ കഷ്ടപ്പെടുന്നു എന്ന് നമ്മുടെ ക്രിസ് സ്റ്റാമർ പറയുന്നുണ്ട്. ഏകദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോറി ഗവൺമെന്റിന്റെ മേലെ പഴിചാരി രക്ഷപ്പെടാനുള്ള ക്രിസ് സ്റ്റാമറിന്റെ ഒരു ചെറിയൊരു പരീക്ഷണമാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് വലിയ ചർച്ചകളും വിവാദങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ ഭരിക്കുന്നത് ടോറി ഗവൺമെന്റ് അല്ല, നമ്മുടെ ലേബർ ഗവൺമെന്റ് വന്ന ശേഷം ഇതുവരെ ഒരു നിയമമാറ്റങ്ങൾക്ക് വേണ്ടി തയ്യാറെടുപ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അത് കുറച്ച് മാസങ്ങൾ മുമ്പ് ഒരു ന്യൂസിനകത്ത് ക്രിസ് സ്റ്റാമർ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഈ വർഷം നമുക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ല, പക്ഷേ അടുത്ത വർഷം നമുക്കതൊരു പ്ലാൻ ഉണ്ട് എന്നുള്ളതാണ്. വെയിറ്റ്. പക്ഷേ ഇന്നലത്തെ ഓഫീസ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന് റിപ്പോർട്ട് വന്നതിന് ശേഷം അതിനകത്ത് ഒരു മാറ്റമുണ്ടാവുന്നു. വിത്തിൻ 1 വീക്കിനകത്ത് UK മിനിസ്റ്റർ മൈഗ്രേഷൻ ആൻഡ് സിറ്റിസൺഷിപ്പ് സീമ മൽഹോത്ര പുതിയ അനൗൺസ്മെന്റുകൾ അല്ലെങ്കിൽ പുതിയ നിയമമാറ്റങ്ങൾ, സ്ട്രിക്റ്റർ റൂൾസ് അനൗൺസ് ചെയ്തേക്കും എന്നുള്ള ഒരു ന്യൂസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഐ ന്യൂസാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നു തോന്നുന്നു. സോ അങ്ങനെ ഒരു ന്യൂസും കൂടി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ മുമ്പത്തെ മാസങ്ങളിൽ ഇല്ലെങ്കിൽ 2-3 ആഴ്ച മുമ്പുള്ള വീഡിയോക്കകത്തടക്കം ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ PSW ഉള്ളവരാണ്, നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് 1 വർഷം കഴിഞ്ഞ് എടുക്കാം എന്ന് മാറ്റി വെക്കരുത്. ഇമ്മീഡിയറ്റ്ലി മാറുക. കാരണം ഇപ്പം 2 വർഷം വിസ ഉണ്ടല്ലോ, അത് ലാസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ഇരിക്കരുത്. 1. 2, നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ സെൽഫ് സ്പോൺസർഷിപ്പിന് നോക്കുന്നോ ഇല്ലെങ്കിൽ ബിസിനസ് വിസ നോക്കുന്നോ അവർക്കെല്ലാവർക്കും ഇതൊരു വാർണിംഗ് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിയമമാറ്റങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഏത് രീതിയിലാണ് നമ്മളെ എഫക്റ്റ് ചെയ്തതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങളെ ഞാൻ ചൂണ്ടിക്കാണിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ നെഗറ്റീവാണെന്ന് വിചാരിച്ച് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് മാത്രം പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നിയമം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് അയ്യോ മാറി എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഗൈസ്, പുതിയ നിയമമാറ്റങ്ങളുടെ സ്ട്രിക്റ്റർ റൂൾസ് അനൗൺസ് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പ് ഉണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷനും ഉണ്ട്. പല ന്യൂസുകളും ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഇന്നലെ തന്നെ, അതായത് 28 നവംബർ 2024 തന്നെ ഈ ഓഫീസ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ നമ്മുടെ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതായത് റോഗ് എംപ്ലോയേഴ്സ് വിൽ ബി ബാൻഡ് ഫ്രം ഹയറിംഗ് ഓവർസീസ് വർക്കേഴ്സ്. അത് നിയമമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഹോം ഓഫീസിന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പറയാം. ഇത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ തരാം. വെയിറ്റ്. അപ്പോൾ അതിലേക്ക് കൂടുതൽ ഇപ്പോൾ കിടക്കുന്നില്ല. അപ്പോൾ അത് മാത്രമല്ല, സ്റ്റാമർ മൈഗ്രേഷൻ ക്ലാപ്പ് ഡൗൺ ഓൺ ഫോറിൻ IT വർക്കേഴ്സ് പാർക്സ് ബിസിനസ് ആങ്കർ. അതായത് ഈ ഓഫീസ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് വളർന്നപ്പോൾ സ്റ്റാമറിന്റെ ഏതൊക്കെയോ സംഭാഷണത്തിനിടയിൽ ഓവർസീസ് IT വർക്കേഴ്സിനെ കൊണ്ടുവരുന്നതിൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവരുമെന്നുള്ളത്. അത് ഞാൻ മുന്നേ അവരുടെ മാനിഫെസ്റ്റോയ്ക്ക് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എഞ്ചിനീയറിംഗ്, IT, ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ UK എത്തിക്കുന്നതിൽ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരും എന്നുള്ളത് തന്നെ അത് വീണ്ടും ഉയർന്നു കേൾക്കുന്നു. ഇപ്പോൾ IT വർക്കേഴ്സിന്റെ പേര് മാത്രമാണ്. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാം. അടുത്ത ന്യൂസിനകത്ത് UK സ്റ്റാമർ പ്ലഡ്ജ് ടു റെഡ്യൂസ് ഇമിഗ്രേഷൻ വിത്ത് പോയിന്റ് ബേസ്ഡ് റിഫോംസ്. അതായത് പോയിന്റ് ബേസ്ഡ് സിസ്റ്റം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ കാലഘട്ടത്തിലാണ് പോയിന്റ് ബേസ്ഡ് സിസ്റ്റം ഇവിടെ നിലവിൽ കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും അതിൽ കുറേ പോരായ്മകളുണ്ട് തന്നെ നമ്മുടെ ക്രിസ് സ്റ്റാമറിന്റെ മന്ത്രിസഭ, ലേബർ ഗവൺമെന്റിന്റെ മന്ത്രിസഭ അവർ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റിഫോം ചെയ്യുക. പോയിന്റ് ബേസ്ഡ് സിസ്റ്റത്തിനകത്ത് ലാംഗ്വേജിന്റെ കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് നമുക്ക് ഞാൻ കഴിഞ്ഞ മാസങ്ങളിലെ ഇല്ലെങ്കിൽ കുറച്ച് നാളത്തെ മുമ്പത്തെ ന്യൂസുകളിൽ അവർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് കാത്തിരുന്ന് കാണാൻ വരുന്ന സമയങ്ങളിൽ എന്തൊക്കെയാണ് അതിനകത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ അതുമാത്രമല്ല, ബ്രിട്ടീഷ് PM ക്രിസ് സ്റ്റാമർ ഗെറ്റ് ടഫ് ആഫ്റ്റർ ഷോക്ക് ഓഫ് സോറിംഗ് മൈഗ്രേഷൻ ഫിഗേഴ്സ്. അതായത് തീർച്ചയായിട്ടും ഗവൺമെന്റ് ടഫർ റൂൾസുമായിട്ട് മുന്നോട്ട് വരും എന്നുള്ളത് തന്നെയാണ് പല ന്യൂസുകളും
കൊണ്ടുവരുന്നത്, ഇല്ലെങ്കിൽ ഇൻഫർമേഷനായിട്ട് കൊണ്ടുവരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നിയമമാറ്റങ്ങൾ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സോ മൈഗ്രേഷൻ പ്ലാനുകൾ പുതിയതായിട്ട് വരാനായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും കുറേ സംശയങ്ങൾ വരും. ഇപ്പോൾ ഇത്രയൊക്കെ കൊണ്ടുവന്ന നിയമമാറ്റങ്ങളൊന്നും പോരെ ഇവർക്ക്, ഇത് തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ബാലികേറാൻ മല ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇവർ ഇല്ലീഗൽ മൈഗ്രേഷൻ്റെ കേസിൽ വലിയ രീതിയിലുള്ളൊരു ഇത് കാണുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതെടുത്ത് സംസാരിക്കുന്നത് വളരെ കുറവാണ്. തീർച്ചയായിട്ടും ഇത്രയും ലക്ഷം ആളുകൾ വന്നിട്ട് അതിനകത്ത് വലിയൊരു വിഭാഗം 25,000-ന് മേലെ ആളുകൾ ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ട് ഇവിടെ കയറി വന്നിട്ടുണ്ട്. അതുമാത്രമല്ല പ്രോപ്പർ കണക്കുകൾ UK-ൽ 25-30% ആളുകൾക്ക് ഇവിടെ ഒരു വർക്ക് റൈറ്റ്സ് ഇല്ലാതെ താമസിക്കുന്നുണ്ട്. 25ഓളം ആളുകൾ ഇവിടെ വന്നിട്ട് തിരിച്ചു പോവാതെ ഇരിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ള കണക്കുകളെല്ലാം ഹോം ഓഫീസ് കഴിഞ്ഞ ദിവസം അവരുടെ വെബ്സൈറ്റുകളിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു സ്ട്രിക്റ്റ് റൂൾസ്, അതായത് നമുക്ക് പണ്ടൊക്കെ നടന്ന പോലെ തന്നെ ഗോ ഹോം എന്നുള്ള പദ്ധതികൾ ചിലപ്പോൾ വരാനുള്ള സാധ്യതകളുണ്ട്. അതുമാത്രമല്ല മറ്റ് കാനഡയും ഓസ്ട്രേലിയയൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന പോലെ തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ പ്രപ്പോസൽ പോലെ ഇപ്പോൾ നമുക്ക് കൊണ്ടിരിക്കുന്ന റോഗ് എംപ്ലോയീസിനെ ബാൻ ചെയ്യുക എന്നുള്ളൊരു കാര്യം അത് വന്നു. അത് അവരുടെ മാനിഫെസ്റ്റോയ്ക്കകത്ത് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം 28-ാം തീയതി ഈ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ തന്നെ അതിനൊരു നിയമമായിട്ട് കൊണ്ടുവന്നു. സോ ഇതിനകത്ത് ഒരുപാട് ചർച്ചയും കാര്യങ്ങളൊന്നുമില്ല. ടപ്പേ പരിപാടി തീർന്നു എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇതിനകത്ത് എങ്ങനെ സ്റ്റുഡൻസ് നോക്കിക്കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും UK-ലേക്ക് സ്റ്റുഡൻറ് വിസയിൽ വരുന്നവർ സ്പെഷ്യലി ഇവർ പ്ലാൻ ചെയ്യുന്നത് IT, ഹെൽത്ത് കെയർ, അതേപോലെ തന്നെ മറ്റ് വിഭാഗങ്ങൾ. ഇവിടെ ഏറ്റവും കൂടുതൽ ജോലി കിട്ടുന്നത് ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്നത് ആ ഒരു മേഖല, അതിൽ തന്നെയാണ് ഇവർ കൈവെക്കുന്നത്. സോ മറ്റു വിഭാഗക്കാരുടെ കാര്യത്തിൽ നമുക്ക് എന്താണെന്ന് അറിയാം. നമുക്കത് സ്റ്റുഡൻറ് വിസയുടെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. കാരണം ഇതൊരു ലെങ്തി വീഡിയോ ആക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് സ്റ്റുഡൻറ് വിസയുടെ നിങ്ങൾക്ക് പറയാം. അതുപോലെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ അവർ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റുഡൻസ് ബ്രെക്സിറ്റിന് ശേഷം ഒരുപാട് പേര് വന്നു, എന്നാൽ മടങ്ങിപ്പോകുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവുകളുണ്ട്. ഏകദേശം 2 ലക്ഷത്തോളം ആളുകളാണ് വന്നത്. 1 ലക്ഷക്കണക്കിന് ആൾക്കാർ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് 2 ലക്ഷം ആൾക്കാരാണ് പോയിരിക്കുന്നത്. അതിപ്പോൾ സ്റ്റുഡൻസും ഉണ്ടാവാം, മറ്റ് ജോബുകൾ, ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്ന നേഴ്സസ് ഇവരൊക്കെ ഉണ്ടാവാം. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയുടെ കേസിനകത്ത് ഇതിനകത്ത് ഒരു അപ്ഡേറ്റും ഇല്ലെങ്കിൽ ഒരു ചർച്ചയും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു വിത്തിൻ 1 വീക്ക് സംതിങ് ഇവിടെ വരാൻ പോകുന്നു, മാറ്റങ്ങൾ ഉണ്ടാവാൻ പോകുന്നു, ഇല്ലെങ്കിൽ അനൗൺസ് ചെയ്തേക്കാം എന്നാണ് എനിക്ക് പറയുന്നത്. അതിനകത്ത് ന്യൂസുകളുടെ ഇടയിൽ കിട്ടിയ ചെറിയ പാരഗ്രാഫിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷനാണ്. സോ എക്സ്പെക്റ്റ് ചെയ്യുക. ഞാൻ മാസങ്ങൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും ഒരു ഏപ്രിൽ ആകുന്നതിന് മുമ്പ് പുതിയ നിയമമാറ്റങ്ങൾ അനൗൺസ് ചെയ്യും എന്നുള്ളത് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നത്തെ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എനിവേ ചാനൽ ഇൻഫർമേറ്റീവ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം. ഷെയർ ചെയ്യാം. ബൈ.